എല്ലാ കൂട്ടുകാരെയും ജെ4 ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പം നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് അത് മറ്റൊന്നുകൊണ്ടല്ല, നമുക്ക് ഈസ്റ്റർ, ദുഃഖവെള്ളി അങ്ങനെയുള്ള ഓരോരോ പരിപാടികളൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ ഇടാനായിട്ട് ഒന്ന് ഡിലേ ആയത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ, റോസ് ചെടീനെ നമ്മൾ എങ്ങനെ നല്ല ഹെൽത്തി ആക്കിയിട്ട് നല്ല ഭംഗിയിൽ പൂക്കളൊക്കെ വിരിയിച്ചെടുക്കാമെന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതാണ്. അതായത് റോസ് ചെടീനെ ഇഷ്ടപ്പെടുന്നവരൊന്നും നമ്മുടെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് കാണാം അല്ലേ. അപ്പോൾ എല്ലാവരും വാ. അപ്പം നമ്മുടെ നല്ലൊരു റോസ് ചെടിയൊക്കെ എടുത്തിട്ട് നമ്മുടെ റോസ് ചെടീനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഉണ്ടല്ലോ, ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ പോകുമ്പം നമ്മുടെ ഫ്ലോക്സ് ചെടിയിൽ വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളാണ് കേട്ടോ. എന്തൊരു ഭംഗിയാണെന്നറിയാം കാണാനായിട്ട്. നോക്കി, എല്ലാവർക്കും ഇഷ്ടമാണോ ഫ്ലോക്സ് ചെടിയൊക്കെ? ഇതൊക്കെ ഉണ്ടല്ലോ നമ്മളിപ്പം പുതിയ രീതിയിൽ, ഞാൻ ഇന്ന് കാണിച്ചു തരുന്ന രീതിയിൽ നമ്മുടെ ചെടികളെ ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണതാണ് കേട്ടോ. നമ്മുടെ ചെടികളിലെല്ലാം നല്ല ഭംഗിയായിട്ട് നല്ലോണം പൂവൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നല്ല വെയിലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് പൂക്കൾക്ക് ചെറിയൊരു കളർ ഫെയ്ഡ് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാ പൂവും അങ്ങനെയാണ്, അതായത് ഒത്തിരി വെയിലത്ത് നിൽക്കുമ്പം പൂവിന് ചെറിയൊരു മങ്ങൽ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെടികളെല്ലാം നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ റോസ് പ്ലാന്റിനെയൊക്കെ വളർത്തുന്നവരുണ്ടല്ലോ, ഇതുപോലെ നല്ല ഭംഗിയിലുള്ള പ്ലാന്റായിട്ട് കിട്ടണ്ടേ. ഈ കാണുന്നത് നമ്മുടെ ഓർക്കിഡ് റോസാണ്. നോക്കി എന്ത് ഭംഗിയായിട്ടാണ് ഇങ്ങനെ പൂ തലഞ്ഞ് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഞാനുണ്ടല്ലോ കറക്റ്റ് നമ്മൾ ഇതുപോലെയൊക്കെയുള്ള പൂക്കളെയൊക്കെ കാണിച്ചു തരുന്നത്. ഞാൻ ഈ കാണിച്ചു തരുന്ന രീതിയിലുണ്ടല്ലോ, നമ്മുടെ റോസ് പ്ലാന്റ് നട്ടിട്ടുണ്ടെങ്കിൽ ഇത്ര ഭംഗിയായിട്ട് എല്ലാവരുടെ ചെടിയിൽ കൂടെ പൂക്കൾ വരും കേട്ടോ. പിന്നെ അതുമാത്രമല്ല, ഇതുപോലെയൊക്കെയുള്ള നല്ല ഭംഗിയുള്ള ഓർക്കിഡ് റോസിൻ്റെയും, പിന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് വെറൈറ്റി റോസ് ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ പ്ലാന്റ്സ് ആവശ്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജും കൂടെ അയക്കാം കേട്ടോ. നമ്മുടെ പല വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, നമ്മുടെ റോസിനെ നമ്മൾ, അതായത് ഈ ഓർക്കിഡ് റോസ് വളർത്തുമ്പം നമ്മൾ ഇതുപോലെ കുറച്ച് ഹൈറ്റിലിങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്ലവർ ഇങ്ങനെ താഴോട്ട് തൂങ്ങിയിട്ടാട്ടോ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ, ഈ ഫ്ലവർ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണാനായിട്ട്. അപ്പം നമ്മുടെ ഈ ഒരു വയലറ്റ് റോസിൽ നിന്നുള്ള ഒരു ചെടി നമുക്ക് എടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു റോസിൻ്റെ പ്രത്യേകത ഉണ്ടല്ലോ, നമ്മുടെ നാടനായതുകൊണ്ട് നമുക്കിതിൻ്റെയൊക്കെ കമ്പ് കുത്തിപ്പിടിപ്പിച്ച് നമുക്ക് പുതിയ നല്ല ചെടികൾ ആക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നമുക്കൊരു പ്ലാന്റിനെ അങ്ങ് എടുക്കാം അല്ലേ. ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കൈവശമുള്ള നമ്മുടെ നല്ല നാടൻ കാശ്മീർ റോസാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല എന്താ പറയുക, ഡാർക്ക് പിങ്കോ അല്ലെങ്കിൽ റെഡിനോട് സാമ്യമുള്ളൊരു കളറാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വൈറ്റ് കാശ്മീർ റോസ് വരുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് സ്നോ റോസ് എന്നൊക്കെ പറയും. ഇതൊക്കെ നാടനാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ബട്ടൺ റോസ് കേട്ടോ. അപ്പം ഇതുപോലത്തെയൊക്കെ പ്ലാന്റ്സ് ഉള്ളൂ കേട്ടോ, വേണ്ടവർക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ. എല്ലാം നല്ല ഹെൽത്തിയായ നല്ല നാടൻ പ്ലാന്റ്സ് ആണ്. പിന്നെ ഓർക്കിഡ് റോസ് കേട്ടോ. ഇത് കണ്ടോ, ഓർക്കിഡ് റോസ് നമ്മുടെ കയ്യിൽ ഈ ഒരൊറ്റ കളറേ ഉള്ളൂ കേട്ടോ. ഈ ഒരു പിങ്ക് കളറിൽ വരുന്ന ചെടിയാണ്. എല്ലാം നല്ല ഹെൽത്തിയായ നല്ല പ്ലാന്റാണ് കേട്ടോ. ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ റോസ് ചെടി നടാനായിട്ടുണ്ടല്ലോ, ഞാൻ അത്യാവശ്യം നല്ല ഒരു പോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പോട്ടിൻ്റെ അടിയിൽ നമ്മൾ നല്ലൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ചെടികൾ നടുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഹോൾ ഇടുവാണെങ്കിൽ ആ വെള്ളമൊക്കെ നല്ലോണം അങ്ങ് മാർന്നു പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ തന്നെ ഇനി ഇട്ട് കൊടുക്കുന്നത് ഇതുണ്ടല്ലോ, ഇത് നമ്മുടെ ഉള്ളിത്തോല് അങ്ങനത്തെ സംഭവങ്ങളാണ് കേട്ടോ. നമ്മുടെ പച്ചക്കറീൻ്റെ തോല്, ഉള്ളീൻ്റെ തോല് എല്ലാം ഞാനിങ്ങനെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ തന്നെ നമ്മുടെ കുറച്ച് ഉള്ളീൻ്റെ തോല് നമ്മളിങ്ങനെ ജസ്റ്റ് നമ്മുടെ പോട്ടിൻ്റെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ചെടികൾ ഫ്ലവർ ഇടാനായിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ നമ്മുടെ ഉള്ളിത്തോലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെടികൾക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീടുണ്ടല്ലോ, നമ്മുടെ ഈ ഒരു പോട്ടിലേക്ക് നമുക്ക് അത്യാവശ്യം നല്ല അതായത് കുറച്ച് ചരൾ കൂടിയ ഒരു പോട്ടി മിക്സർ, കുറച്ചിങ്ങനെ എന്താ പറയുക, ചെറിയ കല്ലും പൊടിയും ഒക്കെ കൂടി കുറച്ച് നല്ല ഇളക്കം കിട്ടുന്ന രീതിയിൽ ഇതുപോലെയുള്ളൊരു പോട്ടി മിക്സർ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിൽ ഞാൻ മണ്ണ്, മണൽ, ചകിരിച്ചോറ്, ചാണകപ്പൊടി എല്ലാം കൂടെ ചേർത്ത ഒരു പോട്ടി മിക്സറാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നമ്മുടെ ഈ ഒരു ഉള്ളിത്തോലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടുണ്ടല്ലോ, നമ്മുടെ ഈ ഒരു പ്ലാന്റിന് നമ്മൾ ഉള്ളിത്തോലൊക്കെ ഇടുമ്പം എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ഇനി ഫംഗൽ ഇൻഫെക്ഷനോ കാര്യങ്ങളോ വന്നാലോ എന്ന്. അപ്പോൾ അതിന് നമ്മൾ കണക്കാക്കിയിട്ട് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മളിങ്ങനെ വെതറി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെടികൾക്ക് യാതൊരു തരത്തിലുള്ള കംപ്ലൈൻറ്റും വരില്ല. ചെയ്ത് കൊടുക്കുക. ചെടിയുണ്ടല്ലോ നമ്മുടെ റോസ് പ്ലാന്റിന് നമ്മളിതുപോലെ ഇതിലേക്ക് അങ്ങോട്ട് പോട്ട് ചെയ്യുക. ഇത് കണ്ടോ, നമ്മുടെ റോസ് ചെടീൻ്റെയൊക്കെ ആ ഒരു മണ്ണ് കണ്ടോ, നല്ല തൊടുമ്പോൾ തന്നെ ഇങ്ങ് പൊടിഞ്ഞു പോകണം കേട്ടോ. നല്ല ഇളക്കമുള്ള മണ്ണാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു മണ്ണ് വേണം കേട്ടോ നമ്മുടെ ചെടികൾക്ക് നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചെടീനെ നമ്മളിതുപോലെ
വെച്ച് കൊടുക്കുക. വീണ്ടും നമ്മൾ കുറച്ച് നമ്മുടെ പോട്ടി മിക്സർ ഇട്ട് നമ്മുടെ പോട്ട് നല്ലോണം ഒന്ന് ഫില്ല് ചെയ്യുക. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് ഒരു പൈസ ചിലവും ഇല്ലാണ്ട് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രം ചേർത്തിട്ട് നമുക്ക് നല്ല ഭംഗിയിൽ നമുക്ക് ചെടികൾ വളർത്തിയെടുക്കാം കേട്ടോ. അപ്പം ഇതേ രീതിയിൽ എല്ലാവരും ചെയ്യുക. എന്നിട്ട് ഇതുപോലെ നട്ട് ചെറിയ രീതിയിലൊക്കെ നനച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഫ്ലവർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ വരുന്ന ഫ്ലവർ ഉണ്ടല്ലോ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പുതിയ തളിർപ്പ് വന്നിട്ട് നല്ല ചെടിയാവും കേട്ടോ. നമ്മളിങ്ങനെ ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ ഈ ചെടി നമ്മുടെ ഈ ഒരു മണ്ണുമായിട്ട് പിടിച്ച് ഒന്ന് സെറ്റായിന്ന് കണ്ട് കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ അടുത്ത വളങ്ങൾ കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇനി ഒരു 6-7 ദിവസം കഴിയുമ്പോൾ നമുക്ക് കുറച്ച് NPK ഉണ്ടല്ലോ, അതായത് NPK 19 നമ്മുടെ ചെടികളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ചെടീൻ്റെ ചുവട്ടിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതേ രീതിയിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇപ്പം ഭയങ്കര വെയിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വെയിൽ കൊള്ളുന്ന ഭാഗത്ത് നമ്മുടെ റോസ് ചെടീനെ വെക്കാതിരിക്കുക. എന്നാൽ ചെറിയൊരു സൺലൈറ്റും വേണം, ചെറിയൊരു ഷെയ്ഡും കൂടെ ചേർന്ന സ്ഥലത്ത് നമ്മുടെ പ്ലാന്റ് വെക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഒത്തിരി വെയിൽ കൊള്ളുന്ന ഭാഗത്ത് നമ്മുടെ പ്ലാന്റിന് വെച്ചാൽ വരുന്ന കംപ്ലയിൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവറിൻ്റെ ആ ഒരു ഭംഗി പെട്ടെന്ന് അങ്ങ് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, കുറച്ച് ഷെയ്ഡിലിരിക്കുമ്പോൾ ആ ഒരു ഭംഗി കുറച്ച് നാളും കൂടെ നമുക്ക് നീണ്ടു നിൽക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ തന്നെ എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ കൈവശമുള്ള നമ്മുടെ റോസ് ചെടിയൊക്കെ ദാ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നിറച്ചിങ്ങനെ പൂക്കൾ തരും കേട്ടോ. അപ്പോൾ നമ്മളുണ്ടല്ലോ, നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഇതുപോലെ നല്ലൊരു പോട്ടി മിക്സർ തയ്യാറാക്കുക. ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുക്കുക. പിന്നെ വളങ്ങളായാലും നല്ല എന്താ പറയുക, നല്ല നല്ല പൂക്കൾ തരുന്ന ഇതേ രീതിയിലുള്ള ഓരോ വളങ്ങളും നമ്മൾ മാറ്റി അതായത് ചെയ്തു കൊടുക്കുക. ഇപ്പോൾ ഉള്ളിത്തോൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിലിട്ടിട്ടും നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം ഇത് നമ്മളൊരു പോട്ടി മിക്സറിൽ ചേർത്ത് കൊടുത്ത് റെഡിയാക്കിയത് മാത്രം. അപ്പം നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പം നമ്മുടെ ചെടികളൊക്കെ വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജും കൂടെ അയച്ചാൽ മതി. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.